വിമൻ ആൻഡ് മൂഡ് സ്വിങ്സ് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. വാട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹോർമോണൽ ചേഞ്ചസ് ആൻഡ് PMS ആണെന്നൊക്കെ നമ്മൾ എഴുതിത്തള്ളുന്ന, വാട്ട് ഇഫ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ദാറ്റ്, വാട്ട് ഇഫ് ഇറ്റ്സ് സംതിങ് ഡീപ്പർ. സോ ഐ എം ഗോണ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. സംടൈംസ് ഇറ്റ്സ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ന് ഞാൻ പറയുന്നത്, വിമൻ ആർ മോസ്റ്റ് ലൈക്ലി ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും മിക്കവാറും. ആണുങ്ങളെ പോലെ എപ്പോഴും നല്ല ഹെൽത്തി ഡയറ്റ് കഴിക്കലോ അല്ലെങ്കിൽ ബിക്കോസ് ദേ കോൺഷ്യസ് ദേ വോണ്ട് ഹാവ് പ്രോപ്പർ ഡയറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. സംടൈംസ് ഡയറ്റ് മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ ഗട്ട് ഇഷ്യൂസോ അങ്ങനെ വല്ലതും ഉള്ളപ്പോഴത്തേക്ക് കഴിക്കുന്ന ആഹാരം അബ്സോർവ് ആവാൻ സാധ്യത കുറവാണ്. സോ ചില ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് കാരണം ഈ ഹോർമോൺ വേരിയേഷൻസും ഡിപ്രഷനും, നോട്ട് ഹോർമോൺ വേരിയേഷൻസ്, മൂഡ് സ്വിങ്സും ഡിപ്രഷനും പിന്നെ ഓവർ തിങ്കിങ്ങും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം റിലേറ്റഡ് ആണ്. സംടൈംസ് ഇറ്റ്സ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് തന്നെ. ന്യൂട്രിയൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ B12, B6, ഫോളേറ്റ് ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ B ഡെഫിഷ്യൻസീസ്, പിന്നെ മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം, അതേപോലെ തന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസീസ്, omega-3 ഡെഫിഷ്യൻസീസ്, ഈ സാധനങ്ങളൊക്കെ പിന്നെ അയൺ ഡെഫിഷ്യൻസീസ്. ഒബ്വിയസ്ലി എവ്രി മന്ത് എ വുമൻ ഈസ് ഗോയിങ് ത്രൂ എന്താ പറയുക പീരിയഡ്സ് അവർക്കുള്ളതാണ്. സോ ബ്ലഡ് ലോസ് ഉണ്ട്, ദ ന്യൂട്രിയൻസ് ആർ ഡിപ്ലീറ്റഡ്, നോട്ട് ലൈക്ക് മെൻ. ദേ ഹാവ് എ കോൺസ്റ്റൻറ്റ് ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ ആ ഡിപ്ലീഷൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫോർ സം റീസൺ ഒരു ഗട്ട് ഹെൽത്തിൻ്റെ ഇഷ്യൂ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങൾ പോകുന്നു മാത്രമല്ല, കഴിക്കുന്നത് അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും. ഈ ന്യൂട്രിയൻസ് ഒക്കെ ആണുങ്ങളെക്കാളും കൂടുതൽ ഡെഫിഷ്യൻ്റ് ആവാൻ സാധ്യത കൂടുതൽ വിമനിലാണ്. ഇത് ഡെഫിഷ്യൻ്റ് ആയാൽ തന്നെ ഈ ഫീച്ചേഴ്സ് വരാം. മൂഡ് സ്വിങ്സ് വരാം, ഓവർ തിങ്കിങ് വരാം, ബ്രെയിൻ ഫോഗ്സ് വരാം, കോഗ്നേറ്റീവ് തിങ്കിങ് ചിലപ്പോൾ വേരീഡ് ആവാം, നോർമലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സോ ഇതൊന്നും വരാതിരിക്കാം, സ്ട്രെസ്സ് കൂടാം. ന്യൂട്രിയൻസ് ലൈക്ക് സിങ്ക്, സെലീനിയം, അയൺ, വൈറ്റമിൻ D3 ഇവരെല്ലാവരും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് സെറട്ടോണിൻ, ഡോപ്പമിനൊക്കെ പ്രോപ്പർ ഫംഗ്ഷന് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഈ സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. സോ വെൻ ദീസ് തിങ്സ് ആർ നോട്ട് ഡെഫിഷ്യൻസീസ് വരുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, ഓവർ തിങ്കിങ്, അങ്ങനത്തെ നമ്മൾ യൂഷ്വലി PMS അല്ലെങ്കിൽ ഹോർമോണൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്ത്രീകളിൽ എഴുതി തള്ളുന്ന സാധനങ്ങളെല്ലാം കാണാൻ നോക്കും. So next time, before you write them off, മൂഡ് സ്വിങ്സ് ആണ്, PMS ആണ്, അല്ലെങ്കിൽ ഹോർമോണൽ വേരിയേഷൻസ് ആണെന്ന് ഒരു സ്ത്രീയുടെ ഫീച്ചേഴ്സിന്, ഇമോഷണൽ ഇതിനെ എഴുതി തള്ളുന്നതിന് മുമ്പ് ഗെറ്റ് യുവർ വുമൺ ചെക്ഡ്. ഒന്ന് അവരുടെ ന്യൂട്രിയൻ സ്റ്റാറ്റസിനെയും അവരുടെ വൈറ്റമിൻസിനെയും ഇതിനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ചിലപ്പോൾ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് അത് കറക്റ്റ് ചെയ്ത് അത് മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഹെൽത്തിയും ഒരു ഹാപ്പി ലൈഫും നിങ്ങൾക്കും ലീഡ് ചെയ്യാം, അവർക്കും ലീഡ് ചെയ്യാം. താങ്ക് യു.